നമസ്കാരം. പി.വി. അൻവറിന്റെ തനി മുഖം അങ്ങനെ അഴിഞ്ഞു വീഴുകയാണ്. കഴിഞ്ഞ ദിവസം ദ ഹിന്ദു പത്രം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. അദ്ദേഹം കൊടുത്ത അഭിമുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയാത്ത ചില കാര്യങ്ങൾ ദ ഹിന്ദു പത്രത്തിൽ വരികയാണ്. എന്താണ് വരുന്നത്? 123 കോടി ഹവാല പണവും 150 കിലോ സ്വർണവും മലപ്പുറത്ത് നിന്ന് 5 വർഷത്തിനിടെ പിടികൂടിയിട്ടുണ്ട്. അത് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനുമെതിരായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് മുഖ്യമന്ത്രി ഉദ്ധരിച്ചുകൊണ്ട് ദ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തത്. വാർത്ത വന്ന ഉടൻ തന്നെ അത് വ്യാജ വാർത്തയാണെന്നും താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസും ദ ഹിന്ദു പത്രത്തിന് ഒരു കത്ത് കൊടുക്കുന്ന സാഹചര്യവും ഉണ്ടായി. ദ ഹിന്ദു കൊടുത്തത് വ്യാജ വാർത്തയായിരുന്നുവെന്നും ഒരു PR ഏജൻസി നൽകിയ വാർത്തയായിരുന്നുവെന്നും അവരാണ് ഇങ്ങനെ എഴുതി തന്നതെന്നും മുഖ്യമന്ത്രി ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞുവെന്ന് പറയുന്ന ആ വിവാദപരമായിട്ടുള്ള ഭാഗം അത് PR ഏജൻസികൾ എഴുതി തന്നതാണ് എന്നൊക്കെ തുറന്ന് സമ്മതിച്ചുകൊണ്ട് ഖേദം പ്രകടിപ്പിച്ച് രംഗത്തേക്ക് വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെയൊക്കെ ചില ഡൽഹിയായിട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില PR ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളുടെ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ ദ ഹിന്ദുവിലൂടെയും കണ്ടത്. ദ ഹിന്ദുവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു പുതിയ നീക്കം. അതായത് ഇവിടെ ഒരു വർഗീയത അഴിച്ചുവിട്ട് ഇവിടുത്തെ മതനിരപേക്ഷ ഒരു സൗഹാർദ്ദ അന്തരീക്ഷമൊക്കെ ഇല്ലാതാക്കാൻ നടത്തിയ നീക്കമാണ് മുഖ്യമന്ത്രി പൊളിച്ചടക്കിയത്. ആ വാർത്തക്കെതിരെ രംഗത്ത് വന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നടത്തിയ പ്രഖ്യാപനം ഈ നാട്ടിലെ മതനിരപേക്ഷ ഒരു അവസ്ഥ, ആ ഒരു അന്തരീക്ഷം അത് തകർക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. എന്നാൽ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ എന്ന മട്ടിൽ പി.വി. അൻവർ ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകരെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തികഞ്ഞ വർഗീയത തന്നെയാണ് ഈ അൻവർ തുപ്പിയത്. മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ല ദേശദ്രോഹികളുടെ ജില്ലയാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ്, അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടിയാണത്രേ മുഖ്യമന്ത്രി അങ്ങനെ ഒരു അഭിമുഖം നടത്തിയത്. ആ അഭിമുഖത്തിൽ വിവാദ പരാമർശം അത് വ്യാജമാണെന്നത് ഹിന്ദു പറയുമ്പോഴും അൻവർ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഹിന്ദു പത്രവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു അത്രേ ആ അഭിമുഖം എന്നാണ് അൻവർ പറയുന്നത്. തീർന്നില്ല. ഏറ്റവും കൂടുതൽ ക്രിമിനലുകളുള്ള ജില്ല ഏതാണെന്ന് നിയമസഭയിൽ ചോദിച്ചാൽ മലപ്പുറം എന്നാണ് ഉത്തരം. 85% മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങളൊക്കെ ഉള്ള ജില്ല അല്ലെങ്കിൽ മുസ്ലിമുകളൊക്കെ ക്രിമിനലുകളാണ് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം നടത്തുന്നതെന്നായി മറ്റൊരു വർഗീയ പരാമർശം. അതായത് മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് മതനിരപേക്ഷ ഒരു നിലപാടും അവസ്ഥയും അന്തരീക്ഷവും ഒക്കെ തകർക്കാൻ വേണ്ടി പി.വി. അൻവർ ഒരു വർഗീയവാദിയെ പോലെ അഴിഞ്ഞാടുകയാണ്. നമ്മൾ BJP-ക്കാരുടെ ഒക്കെ വായിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ കേട്ടിട്ടുള്ളൂ. മതവർഗീയവാദികളുടെ നാവായി മാറുന്നു പി.വി. അൻവർ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എത്രയോ ശരിയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പി.വി. അൻവറൊക്കെയാണ് മറുനാടൻ ഷാജനെയൊക്കെ വലിയ രീതിയിൽ വർഗീയവാദി എന്നൊക്കെ വിളിച്ച് രംഗത്തേക്ക് ഇറങ്ങി നമ്മൾ കണ്ടത്. വർഗീയ ചീട്ടിറക്കി നെറികെട്ട പൊളിറ്റിക്സ് ആണ് പി.വി. അൻവർ ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിന് RSSും BJP-യുമായി ബന്ധമുണ്ട്. ഈ അഭിമുഖം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നടത്തിയത് എന്നൊക്കെ അങ്ങ് ഗീർവാണം അടിക്കുകയാണ് മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന്. മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ CPM-നെയും തകർക്കുക എന്നത് മാത്രമാണ് അജണ്ട. പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞ എത്ര ശരിയാണ്. ചില മതമൗലിക ശക്തികളുടെയൊക്കെ ഒരു പിന്തുണയോടുകൂടിയാണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പ്രതികരണങ്ങൾ നടത്തുന്നത്. ഈ അൻവറിന് പിന്നിൽ അവരാണ് എന്ന് പറഞ്ഞത് എത്ര ശരിയാണെന്നൊക്കെ തോന്നിപ്പോവുകയാണ് ഈ പ്രതികരണമൊക്കെ കാണുമ്പോൾ. പി.വി. അൻവർ ഇതിനെയൊക്കെ മേക്ക് ചെയ്യാൻ ഒരു ശ്രമം നടത്തുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഈ ഉയർന്നു വരുന്ന ഇദ്ദേഹത്തിന്റെ കപടമുഖം അഴിഞ്ഞു വീഴുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇദ്ദേഹം ഉപയോഗപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കേട്ടോ. എൻ്റെ ബാപ്പ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. തീർന്നല്ലോ. അത് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഈ പി.വി. അൻവർ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സർക്കാരിനെതിരെ കടന്നാക്രമിക്കാൻ വേണ്ടി മതവർഗീയ ചീട്ടാണ് ഇറക്കുന്നത്. അത് എല്ലാവർക്കും നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ അൻവറെ, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ ഒരേ മനസ്സോടെ കഴിയുന്ന ഈ ഒരു നാട്ടിൽ അൻവർ ഇമാതിരി ഒരു വർഗീയ ചീട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അൻവർ ഉദ്ദേശിക്കുന്ന ഒന്നും നടക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട കേട്ടോ. നിന്നേക്കാൾ മൂത്ത
ടീമുണ്ടല്ലോ, മറുനാടൻ ഷാജൻ, അവൻ വിചാരിച്ചിട്ട് പോലും നടന്നിട്ടില്ല. BJP-യും സംഘപരിവാരങ്ങളും നിരന്തരം ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. മലപ്പുറത്തെ മതനിരപേക്ഷ മനസ്സ് തകർത്തുകൊണ്ട് ഒരു വലിയ വേരോട്ടം ഉണ്ടാക്കാം. അതുവഴി വലിയൊരു പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് കുറേ ആളുകളെ കൂടെ നിർത്താം, സർക്കാരിനെ താഴെ ഇറക്കാമെന്നൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ വിചാരം അൻവറിനുണ്ടെങ്കിൽ അൻവറെ അതിന് വെച്ച വെള്ളം മാറ്റി വെച്ചാൽ മതി. അൻവർ ആരാണെന്നൊക്കെ ഇപ്പോൾ നന്നായി എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അൻവർ എന്ന് പറയുന്ന ഈ MLA ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വാർത്താ സമ്മേളനങ്ങളൊക്കെ താൻ ആരാണെന്ന് വളരെ വ്യക്തമായി തന്നെ വരച്ച് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ദ ഹിന്ദുവിൽ വന്ന വാർത്ത, ആ വാർത്ത തെറ്റാണെന്ന് ഹിന്ദു പത്രം പറയുമ്പോൾ എന്തുകൊണ്ടാണ് അംഗീകരിക്കാൻ PV അൻവറിന് ഇത്ര മടി? ആ ഹിന്ദു പത്രം പറഞ്ഞ കാര്യം അത് ശരിയാണെങ്കിൽ മലപ്പുറം എന്ന് പറയുന്ന ആ ജില്ലയിൽ എത്ര വലിയ ഒരു വർഗീയ കലാപം വരെ നടക്കാൻ സാധ്യതയുള്ള ഒന്നാണത്. PV അൻവർ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയപ്പോൾ അത് നടക്കാതെ വന്നപ്പോഴാണോ ഇത്തരത്തിൽ ഈ രീതിയിലൊക്കെ ഇപ്പൊ കിടന്ന ഒരു മെഴുകൾ നടത്തുന്നത്? മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഈ പാർട്ടിയിൽ നിന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. എന്തായാലും PV അൻവർ എന്ന് പറയുന്ന ഈ മാന്യ അദ്ദേഹത്തെ എന്തായാലും CPM-ഉം ഇദ്ദേഹമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് എന്തുകൊണ്ടും നന്നായി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത്തരം വിഴുപ്പ് ഭാണ്ഡങ്ങളെ ചുമക്കുന്നത് സത്യത്തിൽ CPM-ന് തന്നെ വലിയ തലവേദനയാണെന്ന് പറയാതെ വയ്യ. PV അൻവർ എന്ന് പറയുന്ന ഈ MLA ഇത്രയും നാളും നടത്തിയ എല്ലാ രീതിയിലുള്ള പ്രതികരണങ്ങളും വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയായിരുന്നു എന്നൊക്കെ ഇപ്പൊ തെളിയുകയല്ലേ. ഇപ്പൊ പഴയതുപോലെ സഖാക്കൾ കൂടെ നിൽക്കുന്നില്ല. കൂടെ നിർത്താൻ പുതിയ ഗിമ്മിക്ക് നമ്പറുമായി രംഗത്തിറങ്ങിയിട്ടുണ്ടല്ലോ. കൊടിയേരി സഖാവിന്റെ പടമെടുക്കുക, പുഷ്പന്റെ പടമെടുക്കുക, അങ്ങനെ നമ്മുടെ സഖാക്കന്മാരുടെ പടങ്ങളൊക്കെ ഇട്ട് സഖാക്കളെ ഒന്ന് ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് പുതിയ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഈ കലത്തിൽ വേവില്ലല്ലോ അൻവറെ. എന്തായാലും PV അൻവർ എന്ന് പറയുന്ന ഈ MLA ഇത്രയും നാളും നമ്മുടെയൊക്കെ മുമ്പിൽ വലിയ രീതിയിലുള്ള നിലപാടുകളും നിലയുറച്ച ശബ്ദങ്ങളും ഒക്കെ ഉയർത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇദ്ദേഹം അടിയുറച്ച വർഗീയവാദികൾക്കെതിരെ പോരാടുന്ന ഒരു തങ്കമാന മനിതനാകുമെന്ന്. പക്ഷേ ഉന്നാൽ മുടിയാതെ തമ്പി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടികളിലൂടെ ഇവിടുത്തെ മതനിരപേക്ഷ മനസ്സ് തകർക്കാൻ എന്നാണ് അൻവറിനോട് പറയാനുള്ളത്. അൻവറിനുള്ള ഉത്തരം ഇപ്പോൾ കേരള ജനങ്ങൾ തന്നെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം അൻവറിനോടൊപ്പം ഉണ്ടായിരുന്ന ആ വലിയ സംഘം ആളുകൾ ഇപ്പോൾ എവിടെ പോയി? ആരെയും കാണാനില്ലല്ലോ. എല്ലാവർക്കും പതിയെ മനസ്സിലായി എന്താണ് അൻവർ എന്നും അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നും അൻവർ പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലായിട്ടുണ്ട്. ഒരു കഴമ്പുമില്ലാതെ, ഒരു രീതിയിലുള്ള തെളിവുമില്ലാതെ ഒരാൾ സ്വന്തം സർക്കാരിനെതിരെ ഭരണപക്ഷത്തിരുന്ന് ഏതെങ്കിലും രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തൊക്കെയോ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അയാൾ ഒരു മഹാകള്ളനാണ് എന്നാണ് പറയാനുള്ളത്. ഭരണപക്ഷത്തിരുന്നു കൊണ്ട് സർക്കാരിനെതിരെ ഇങ്ങനെ തിരിയാനുള്ള കാരണം എന്താണ്? ഇദ്ദേഹത്തിൻ്റെ ചില അനധികൃത നമ്മുടെ ആ റിസോർട്ടിലെ തടയണയൊക്കെയുണ്ടല്ലോ, അത്തരം വിഷയങ്ങളിലൊന്നും വേണ്ട രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചില്ല. ഇതൊക്കെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ. ഒപ്പം ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ കപടമുഖം പിണറായി സർക്കാർ അങ്ങ് വലിച്ചു കീറി 2-3 കളി കഴിഞ്ഞപ്പോൾ അതൊക്കെ വല്ലാതെ അങ്ങ് ചൊടിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും PV അൻവർ എന്ന് പറയുന്ന ഈ MLA ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളും പ്രസ്താവനകളും ഈ നാടിന് ചേർന്നതല്ല. മാത്രവുമല്ല ഇപ്പോൾ PV അൻവറിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ BJP അധ്യക്ഷൻ സുരേന്ദ്രനൊക്കെ. സുരേന്ദ്രനൊക്കെ ഇപ്പോൾ അൻവറിനെ വലിയ ഇഷ്ടമാണ്. അൻവർ പറയുന്നതൊക്കെ ശരിയാണ്. അൻവർ സർക്കാരിനെതിരെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ശരിയാണ്. അൻവറിനൊപ്പം ചേർന്ന് നിൽക്കുകയാണ് ഇവിടുത്തെ സംഘപരിവാരങ്ങളും. എന്തായാലും PV അൻവർ ഇങ്ങനെ ഗീർവാണങ്ങൾ അടിച്ചുകൊണ്ടേയിരിക്കട്ടെ. വാർത്താ സമ്മേളനങ്ങൾ നടത്തിയും മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ വിടുവായ്ത്തരം പറഞ്ഞുമൊക്കെ PV അൻവറിന്റെ ഉള്ളിൽ കിടക്കുന്ന സകലമാന സാധനങ്ങളും പുറത്തു വരട്ടെ. അങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് PV അൻവറിനെ നന്നായി മനസ്സിലാക്കാൻ സാധിക്കട്ടെ. എന്നാലും PV അൻവറെ നിങ്ങൾ നല്ല ഒന്നാന്തരം നടൻ തന്നെ എന്ന് പറയാതെ വയ്യ കേട്ടോ. മലപ്പുറത്ത് നിങ്ങൾ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയും ജനങ്ങളുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നതെങ്കിലും ഒരു മര്യാദയൊക്കെ വേണ്ടേ അൻവറെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.